വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒപ്പനയുടെ മത്സരം എങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള ഒപ്പനകൾ നമ്മൾ കണ്ടു. ഇപ്പോൾ സാധാരണ നമ്മൾ ട്രഡീഷണൽ ഒപ്പനയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ മൈലാഞ്ചി മുഞ്ചിൻ്റെ വേദിയിൽ നമ്മൾ ഒത്തിരി ഒപ്പനയുടെ ഫോംസ് തന്നെ കണ്ടു. കോമഡി ഒപ്പന, സിനിമാറ്റിക് ഒപ്പന, ഇങ്ങനെ എല്ലാ രീതിയിലും കണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹരം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പുതിയ ഒപ്പനകൾ കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ഹബീബ് മാഷെ, റഹ്നത്ത, ഫാദർ സെവേറിയോസ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഇനി സ്വാഗതം ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമഡി ഒപ്പനയുമായി എത്തുന്നു ടീം ഇശൽ. ആട്ടെ ബോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ. ആട്ടെ ബോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എൻ്റെ മജ്നൂ, എൻ്റെ ചങ്കിലൊരു കിരകിരിപ്പ് വരണേ. നിന്നെ കാണും നേരം എൻ്റെ മജ്നൂ, എൻ്റെ ചങ്കിലൊരു കിരകിരിപ്പ് വരണേ. ആട്ടെ ബോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എൻ്റെ മജ്നൂ, എൻ്റെ ചങ്കിലൊരു കിരകിരിപ്പ് വരണേ. വെയില് കൊണ്ട് കുഴഞ്ഞല്ലോ, കത്തെഴുതി തുലഞ്ഞല്ലോ, കുത്തുവാക്ക് പറഞ്ഞല്ലോ ബാബ. വെയില് കൊണ്ട് കുഴഞ്ഞല്ലോ, കത്തെഴുതി തുലഞ്ഞല്ലോ, കുത്തുവാക്ക് പറഞ്ഞല്ലോ ബാബ. നിന്നെ കെട്ടിടാതെ അടങ്ങില്ല തീർച്ച. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, പാപ്പ കണ്ട് സൂപ്പ് വയ്ക്കും എന്നെ. കണ്ടുമുട്ടാൻ ആശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, പാപ്പ കണ്ട് സൂപ്പ് വയ്ക്കും എന്നെ. നീയും മാപ്പ് നൽകണം എനിക്ക് പൊന്നേ. ആട്ടെ ബോട്ടെ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എൻ്റെ മജ്നൂ, എൻ്റെ ചങ്കിലൊരു കിരകിരിപ്പ് വരണേ. കൈയോടെ കൊണ്ടുപോയി നിന്നെ ഞാൻ മയ്യത്തകീർന്നാലും തന്നെ. കൈയോടെ കൊണ്ടുപോയി നിന്നെ ഞാൻ മയ്യത്തകീർന്നാലും തന്നെ. വീടും പഠിപ്പൂരം പൊന്നാക്കി തന്നാലും നാളു വീടില്ല ഞാൻ ഒപ്പം, നിന്നെ കോടതി കേറ്റുമെൻ പാപ്പ. വീടും പഠിപ്പൂരം പൊന്നാക്കി തന്നാലും നാളു വീടില്ല ഞാൻ ഒപ്പം, നിന്നെ കോടതി കേറ്റുമെൻ പാപ്പ. എന്നാലും എനിക്കുള്ള
ആട്ടെ പോട്ടെ ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ നിന്നെ കാണും നേരം എന്റെ മജനോ എന്റെ ചങ്കിലൊരു കിരകിരപ്പ് വരണ ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലേ നിന്നെ കാത്ത് കാത്ത് വലഞ്ഞല്ലോ മയിലേ നിന്നെ കാണും നേരം എന്റെ മജനോ എന്റെ ചങ്കിലൊരു കിരകിരപ്പ് വരണ ടീം മിഷലിലെ മൊഞ്ചത്തിമാരെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കോമഡി ഒപ്പന? കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോ ചോദിക്കട്ടെ, രഹനത്ത എങ്ങനെയൊക്കെ നിൽക്കണുണ്ട്? രഹനത്ത, നമ്മുടെ ടീം മിഷലിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷൽ അതങ്ങോട്ട് ഗംഭീരാക്കി കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാനിങ്ങനെ എന്താ പറയാ, ഞാനിങ്ങനെ ഇതേ നമ്മുടെ മണവാട്ടിനെ തന്നെ എനിക്കിപ്പോഴും അത് വിട്ടു പോയിട്ടില്ല. എത്ര ചവിട്ട് കിട്ടി മക്കളെ. അവസാനം നിന്ന് ആ രണ്ടുപേരെയും കൂടി മണവാട്ടി വെറുതെ വിട്ടില്ല. അതായിരുന്നു ഏറ്റവും ഉശിര്. അതങ്ങോട്ട് എന്തായിരുന്നു അറിയാം, ആ ഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ മുന്തിരിയൊക്കെ ഒരുപാട് കഴിച്ചു അല്ലേ, കിട്ടി ഭയങ്കര എല്ലാതും എനിക്ക്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ അസ്മയുടെ പാട്ടിലോട്ട് അങ്ങോട്ട് വരാം കേട്ടോ. കാരണം അവിടെ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് അതിൻ്റെ എനർജി കിട്ടിയിരിക്കണേ. അയ്യോ ഒരു രക്ഷയില്ല അസ്മ, അസാധ്യമായിട്ടെന്നെ പാടി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാരണം ആ കോമഡിയുടെ ആ ഒരു സോങ്ങിൻ്റെ ഒരു ഇതൊക്കെ ഇവർക്ക് ലാസ്റ്റ് ഒരു ഹമ്മിങ്ങോടുകൂടി വരുന്നില്ലേ, ആ ഒരു ഭാഗം കൂടിയും അസ്മ അവർക്ക് നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അസ്മയുടെ വോയിസ് കൊണ്ടാണ് ഈ രണ്ട് മക്കൾ പാടുമ്പം അത്രയും കിട്ടും. അത് ഡെപ്തുള്ള വോയിസാണ് അസ്മയുടെ. പക്ഷേ നിങ്ങളും അത് അവർക്ക് അസ്മയ്ക്കൊപ്പം തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഗ്രനായി കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹബീബ് മാഷേ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ടീം ഇഷലിന്റെ പെർഫോമൻസ്? ടീം മിഷൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഒരു ഭയങ്കര അടിപൊളി എന്ന് പറയാൻ പറ്റൂല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇപ്പോൾ രഹന പറഞ്ഞ പോലെ തന്നെ എനിക്ക് അസ്മയുടെ പവർഫുൾ സിംഗിങ് സൂപ്പറായിട്ടുണ്ട്. അസ്മയുടെ സൗണ്ട് ഒരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. ഈ പാട്ടിന് എങ്ങനെയൊക്കെ ആ പാട്ടിന് ഭംഗി വരുത്താൻ പറ്റും, അത്രയും ആ വാക്കുകൾക്കൊക്കെ ചില വാക്കുകൾക്ക് ഭയങ്കര കട്ടി കൊടുക്കണം, അത്രയും ആ വാക്കുകൾക്ക് കട്ടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. പാട്ട് അതിഗംഭീരം. എന്നാൽ കളിക്കാർ ഒട്ടും മോശമൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ മൊത്തം കൊണ്ടുപോയത് മണവാട്ടിയാണ്. അവളുടെ ഒരു ഹ്യൂമർ കറക്റ്റായിട്ട് നമ്മളെങ്ങനെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നു. രഹന പറഞ്ഞ പോലെ ലാസ്റ്റ് മൂമെൻറ്റിലും ഓരോരുത്തരെ ചവിട്ടി വീഴ്ത്തി അവളിങ്ങനെ ആഹ്ലാദിച്ച് നിൽക്കുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മണവാട്ടി. പിന്നെ അതുപോലെ കിട്ടിയ അവസരം മാക്സിമം അവളെയും തന്നെ വീഴ്ത്താൻ വേണ്ടി ചെയർ മാറ്റി വെച്ചത് വളരെ ലാഘവത്തോടെ മാറ്റി വെച്ചു. അതിലേക്ക് കൃത്യമായിട്ട് തന്നെ അത് ആ വീഴുന്ന ഒരു രൂപമൊക്കെ തന്നെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഒരു ഒപ്പന എന്നുള്ള ഒരു ആ ക്ലാപ്പ്, അതുപോലെ തന്നെ കുറേ ഭാഗങ്ങൾ, ഒന്ന് രണ്ട് ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് വന്നിരുന്നു. അത് മനസ്സിൽ നമ്മൾക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരുന്നു ഭംഗിയായിട്ട്. എന്നാൽ ഇതിലേറെ ഈ ഒരു സാധനത്തിന് നല്ല ഭംഗിയുള്ള ഓളുള്ളൊരു പാട്ടാണിത്. ഇതിലേറെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഒപ്പന ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. എനിക്ക് ചെറിയൊരു സജഷൻ. യു ഡോണ്ട് ഡിസപ്പോയിൻറ്റഡ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി ഞാൻ നിങ്ങളടുത്ത് വേറൊരു കാര്യം പറയട്ടെ. സാധാരണ നമ്മുടെ ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയോ അങ്ങനെ എന്ത് ഷോ ആണെങ്കിലും കണ്ടസ്റ്റൻസിനൊക്കെ ഫാൻസ് ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ഫാൻസ് ആയോ? കുറച്ചൊക്കെ. അങ്ങനെ നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഫാൻസ് ആയിട്ടുണ്ട്, നമ്മുടെ ജഡ്ജസിന് എല്ലാവർക്കും ഫാൻസ് ഉണ്ട്. അതിലൊരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? നമ്മുടെ പുതിയ ഒരു ജഡ്ജ് ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ പുതിയ ജഡ്ജിന് ഭയങ്കര ഫാൻസാണ് രഹനത്ത. ഭയങ്കര ഫാൻസാണ്. കമൻസിലാണെങ്കിലും ഡയറക്റ്റ് കാണുമ്പോഴും ഒക്കെ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ നമ്മുടെ കൂടെ നമ്മൾ അടിപൊളി അച്ഛൻ. അതെ, ഫാദർ ചീത്ത പറയൂ, അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ തല മുട്ടോ? ഒരിക്കലല്ല, സത്യം മാത്രമാണ് പറഞ്ഞത്. അല്ല, വളരെ സന്തോഷമായത്. കാരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളൊക്കെ നമ്മളോട് ഒരുപാട് പരിചയമുള്ളതുപോലെ വന്ന് സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും മൈലാഞ്ചി മുഞ്ചിനൊരു വലിയ സന്തോഷമുണ്ട്. മൈലാഞ്ചി മുഞ്ചിൽ വന്നതിലൊരു വലിയ സന്തോഷമുണ്ട്. താങ്ക് യു അൻസിബ, നല്ല വാക്കുകൾക്ക്. ഒന്നുകൂടെ ഉണ്ട്, അച്ഛൻ കിടുവാന്നാട്ടോ. അതെ, കിടുവാണ്, സൂപ്പറാണ്, അച്ഛനെ വിടല്ലേന്നൊക്കെയാണ് പറയണത്. അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറേ കമന്റ്സ് കാണാൻ പറ്റും. പക്ഷെ അൻസിബ എനിക്കൊരു ഉറപ്പ് തരണം.
എന്താണ്? അച്ഛനെ വിടല്ലെന്നൊക്കെ പറയുമ്പോഴേ ചാനലിൽ വല്ല ജോലി വല്ലതും കിട്ടുമോന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇൻഷാ അല്ലാ. ഞങ്ങളുടെ ഈ ഒരു ഇശൽ ടീമിന്റെ ഒപ്പന എങ്ങനെ ഉണ്ടായിരുന്നു ഫാദർ? എനിക്കെപ്പോഴും മൈലാഞ്ചി മൊഞ്ചിൽ ഏത് കണ്ടസ്റ്റൻസ് വന്നാലും ഉള്ള എൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പാട്ട് ശ്രദ്ധിക്കണോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഡാൻസസ്, കാരണം എല്ലാം ഒന്നിനൊന്നിനും വെച്ചാണ്. പ്രത്യേകിച്ച് ഈ പാട്ടെടുത്ത് ഇത് വന്ന് ഇവർ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കേട്ട് പരിചയമുള്ള പാട്ടാണ്. ഞാനിവിടെ രഹനത്തോട് പറഞ്ഞു, സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ബോയും ഗേളും ഒക്കെ തമ്മിലൊരു കോമഡി പെർഫോമൻസ് വരുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സുപരിചിതമായ പാട്ടാണ് കേരളത്തിൽ എല്ലാവർക്കും തന്നെ ഈ പാട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംഗതി ഹബീമാഷ് പറഞ്ഞതിനോട് ചേർത്ത് വെക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊരു കോമഡി ഒപ്പന എന്നുള്ള ലെവലിൽ ഈ അവസാനത്തെ ചവിട്ടും കുത്തുമൊക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചെങ്കിലും അല്ല മോശമായി എന്നല്ല, ഇതിനകത്ത് ഇപ്പോൾ ഒരു ആണും ഒരു പെണ്ണുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ് അല്ലേ, ഒരു ലൈലയും മജ്നുവും വേണമെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ വയ്ക്കാം ആ ഒരു ബിംബം. അപ്പോൾ അതായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നിയത് ആരെങ്കിലും ഒരു പെയറുണ്ടായിരുന്നെങ്കിൽ അത് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ അങ്ങനെ ആ ഇൻട്രാക്ഷനൊക്കെ, നിന്നെ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് വിളിച്ചുകൊണ്ട് പോവുക കാണിച്ചു അവരെ ചെയ്തെങ്കിലും അങ്ങനെ ഒന്ന് തീം ബേസ്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തോന്നി ഒരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയിൽ ഭംഗിയായിരുന്നേനെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരുന്നു. കഴിഞ്ഞു പോയല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഓവറോൾ എല്ലാം നല്ല അടിപൊളി പാട്ടായാലും പ്രത്യേകിച്ച് ആസ്മ കൂടെയുള്ള മക്കൾ നന്നായിരുന്നു, എല്ലാം നല്ല ഭംഗിയായിരുന്നു. അപ്പം ഈ ഒരു എനർജി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോട്ടെ. താങ്ക് യു. അപ്പം നല്ല എനർജറ്റിക് ടീമാണ്, എനർജറ്റിക് പെർഫോമൻസ് ആണ്. ഇനി നല്ല എനർജി ഉള്ള ഗ്രേഡ് ആണോ എന്നറിയണ്ടേ? ഹബീബ് മാഷേ, ഞാൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ ഭംഗി വരുത്തായിരുന്നു എന്നൊക്കെ. എന്നാലും ഒട്ടും കുറക്കുന്നില്ല. A+. രഹനത്ത, നമ്മുടെ ടീം ഇശലിന്റെ ഗ്രേഡ് എന്താണ്? A+. A+ again. ഫാദർ A+. ഓവറോൾ പെർഫോമൻസിന് ടീം ഇശലിന് എത്രയാണ് മാർക്ക് ഫാദർ? 7 out of 10. അപ്പോൾ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുക. അത് മാത്രമല്ല കുറേ കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ എല്ലാവർക്കും പറഞ്ഞു തന്നില്ലേ, അതൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പവർ പാക്ക് പെർഫോമൻസ്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ചിൽ അതർ ലാംഗ്വേജ് ഒപ്പനയുമായി എത്തുന്നു ടീം മൊഞ്ചൻസ്. എങ്കുമുള്ള അല്ല പേര് ചൊല്ലും നല്ല നന്മകൾ മാക്കിരം കിടക്കും. മേടുപ്പള്ളം ഇല്ല പാதை തരുമല്ല പാർവയിൽ നിമ്മതി പിറക്കും. അன்று மக்காவில் உதித்தது ஜோதி, அதிலுண்டாச்சு உலகுக்கு நீதி. நாம் எல்லோரும் அல்லாவின் செல்வோம், எடுத்து நல்வாக்கு எப்போதும் சொல்வோம். அழதன்னா தன்னன்னா தன்னன்னா, அழதன்னா தன்னன்னா தன்னன்னா, அழதன்னா தன்னன்னா தன்னன்னா, அழதன்னா தன்னன்னா தன்னன்னா. எங்குமுள்ள அல்லாஹ் பேர் சொல்லும் நல்லா நன்மைகள் மாத்திரம் கிடைக்கும். மேடு பழமில்லா பாதை தருமல்லா பார்வையில் நிம்மதி பிறக்கும். முதலினை அறியாமல் முடிவினை புரியாமல் நடுவினில் விளையாடும் மனிதா, உன நீ உணர்ந்தாலே உயர்வாவாய். சூதுவாதுகள் நீதி சொல்லிய வாழும் மனிதர் தாரடா, மீதி கதைகளே எடுத்து சொல்லிய மாறாதிருப்பதேரடா. நீ கேட்டா தர அவனுண்டு, என்றும் அவனின்று எது ஒன்று
கூடு கண்டு வந்தனம் செய்க என்று சொந்தமும் பந்தமும் ஒன்று சேர்ந்து எங்கும் உள்ள அல்லாஹ் பேரை சொல்லும் நல்லா நன்மைகள் மாத்திரம் கிடைக்கும். மேடு பள்ளமில்லா பாதை தரும் அல்லாஹ் பார்வையில் நிம்மதி பிறக்கும். தொழுகை வரி தொட்டு துணிந்து கொடி கட்டு துணையா நதிகள் நாயகம் தழுகை அமுதித்து முழங்கும் புதுமைத்து களிரும் நமது தாயகம். அல்லாவின் புகழ் அழியாது அன்பு மொழி என்று மொழியேது மக்காவின் அருள் பெயர் போது நிலையம் துணைவர உயரேது நன்மக்குள் நன்மையன உண்மக்குள் உண்மையன என்றும் நம்முடன் வரும் ஜோதி. எங்கும் உள்ள அல்லாஹ் பேரை சொல்லும் நல்லா நன்மைகள் மாத்திரம் கிடைக்கும். மேடு பள்ளமில்லா பாதை தரும் அல்லாஹ் பார்வையில் நிம்மதி பிறக்கும். அன்று மக்காவில் உதித்தது ஜோதி அதிலுண்டாச்சு உலகுக்கு நீதி. நாம் எல்லோரும் அல்லாவின் செல்வோம் எடுக்கும் நல்வாக்கு எப்போது சொல்வோம். அட நன்னனா 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 அட நன்னனா 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 அட நன்னனா 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 அட நன்னனா நன்னனா நன்னனா. எங்கும் உள்ள அல்லாஹ் பேரை சொல்லும் நல்லா நன்மைகள் மாத்திரம் கிடைக்கும். மேடு பள்ளமில்லா பாதை தரும் அல்லாஹ் பார்வையில் நிம்மதி பிறக்கும். மஞ்சுமாரே நல்ல ஹாப்பியிலானല്ലോ மணவாளா சௌக்கியமா? எப்படி இருந்தது தமிழ் சாங்? ரொம்ப நல்லா இருந்தது. ரொம்ப நல்லா இருந்தது. நம்ம டீம் മഞ്ജൻസ് ரொம்ப நல்லா പെർഫോമൻസ് பண்ணாங்க അല്ലേ? ചോദിക്കട്ടെ ഫാദർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം മഞ്ജൻസിന്റെ ഈ ഒരു പ്രകടനം? അടിപൊളി പെർഫോമൻസ് ആയിരുന്നില്ല, നല്ല പ്ലസൻ്റ് ആയിരുന്നു അവരെല്ലാവരും. എനിക്ക് തുടക്കത്തിൽ പാട്ട് തുടങ്ങിയപ്പോൾ ഞാൻ ആ പോർഷൻസൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ലിറിക്സിൽ. എനിക്ക് തോന്നിയ ഒരു സംശയമാണ്, ഈ നടുക്ക് നിന്ന ആള് പാടുന്നുണ്ടായിരുന്നോ? ആ പാടുന്നുണ്ടായിരുന്നു. അല്ല, എനിക്ക് തോന്നിയത് ഈ അദ്ദേഹം പാടുമ്പോൾ നിങ്ങൾ മാറി മാറിയാണല്ലോ പാടുന്നത്. പാടുമ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നോ, ലെവൽ കുറവുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഒരുമിച്ച് കോറസ് വരുമ്പോൾ രണ്ട് പേരുടേതേ കേൾക്കുന്നുള്ളൂ. നമുക്ക് 3 പേര് പാടുമ്പോൾ ഔട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം പോലെ തോന്നി. പക്ഷെ ബാക്കി നല്ല എന്താ പറയുക, ഒരു തമിഴ് എന്താ പറയുക ആൺപിളൈ എന്ന് പറയില്ലേ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ കിരൺ ഈ ഒരു ഗ്രൂപ്പിൽ ഇവരെപ്പോഴും പ്ലസൻ്റ് ആണ്. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ടീം എപ്പോഴും ആ പാട്ടെടുത്ത് കളിക്കുമ്പോൾ നല്ല പ്ലസൻ്റ് ആണ് ഇവരുടെ ഫേസൊക്കെ. അടിപൊളി. താങ്ക് യു. രഹനത്ത, ഇവിടെ മൊഞ്ചന്മാരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മൊഞ്ചൻസ് ആ ചിരിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അവരുടെ ആ ഒരു ചിരി ശരിക്കും നല്ലതല്ലേ അല്ലേ അൻസിബ? അതെ. എപ്പോഴും ചിരിച്ചോണ്ടിരുന്ന വട്ടത് പറയും. അപ്പോൾ അതർ ലാംഗ്വേജിൽ ഒരു തമിഴ് വരുമ്പോഴേ കുറേ ഹിന്ദി വന്നു. അപ്പോൾ തമിഴ് എങ്ങനെ ഇവരിങ്ങനെ ഇതിലൊരു ഒപ്പനയൊക്കെ കണക്ട് ചെയ്യുന്ന ശരിക്കും ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ അതിലുണ്ടല്ലോ കിരൺ, നിനക്കൊരു കയ്യടി തന്നെ തരണം. കാരണം അതിന് പറ്റിയൊരു സോങ്ങും അത് ആ തുടക്കം വരുന്നൊക്കെ തൊട്ട് എൻഡ് ചെയ്യണ വരെ കേട്ടോ, അത് ചൂസ് ചെയ്യാന്നൊക്കെ പറയില്ല, ഒരു പാട്ടെടുത്ത് അത് ചെയ്തത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ നേരത്തെ അച്ഛൻ പറഞ്ഞ ആ കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. നടുക്കത്തെ മോൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പാടിയേ. സൂതുവാതുകൾ നീതി ചൊല്ലിയേ വാഴും മനിതർ താരടാ നീതി കഥകളെ എടുത്ത് ചൊല്ലിയേ മാറാതിരിപ്പതേനടാ അല്ലാവിൻ പുകളഴിയാത് അன்பு மொழியின்றி மொழியேது மக்காவின் அருள் பெயர் போது நித்தம் துணை வர மொழியேது நன்மக்குள் நன்மையன உண்மக்குள் உண்மையன என்றும் நம்முடன் வரும் ஜோதி எங்கும் உள்ள அல்லாஹ் பேரை சொல்லும் நல்லா நன்மைகள் மாத்திரம் கிடைக்கும் எடுப்பளமில்லா பாதை தரும் அல்லாஹ் பார்வையில் நிம்மதி பிறக்கும். എനിക്ക് തോന്നുന്നു മോനെ ഒരുക്കെ പാടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇവിടെ?
ഞാൻ പാടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാട്ട് ഇത് നേരത്തെ ഒരു കുഞ്ഞു വോയിസ് ആണ്, അന്ന് നമ്മൾ പറഞ്ഞു ഇതെന്താണെന്നറിയോ, നടുക്കത്തെ ആൾ കുഞ്ഞുള്ള പോലെ തന്നെ വോയിസും കുഞ്ഞാണ്, മറ്റേ ആളുടെ 2 ഡെപ്തുമാണ് വോയിസ്. അപ്പോൾ എനിക്ക് സംശയം തോന്നിയെന്ന് വെച്ചാൽ രണ്ടുപേരും ലീഡ് പാടുന്ന നല്ല പവർഫുൾ വോയിസ് തന്നെ, ഇവർ രണ്ടുപേരും കൂടി പാടുമ്പോഴേ ഒറ്റ വോയിസ് ആയിട്ട് വരുന്ന പോലെ. അപ്പോൾ ഞാനും പിന്നെ വിചാരിച്ച് 2 പേരുടെ കേട്ടോ അങ്ങനെ വിചാരിച്ച് അവിടെ ഇരുന്നായിരുന്നേ. പിന്നീട് എനിക്ക് കാരണം അതെന്താണെന്നറിയോ, മോൻ്റെയും നല്ല ഡെപ്തുള്ള വോയിസാണ്. അപ്പോൾ ആ ഒരു അത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, കുറേ വലിയ വോയിസ് തന്നെ ആയിട്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ല ആ സെലക്ഷനും പിന്നെ നമ്മുടെ കിരണിൻ്റെ അല്ലേ ആ ഒരു ഭംഗിയോടുകൂടിയുള്ള ഒരു നന്നായിട്ട് തന്നെ ആ ഒരു കൊറിയോഗ്രാഫി ചെയ്തതും ഉഷാറായി. മൊഞ്ചൻസ് അങ്ങനെ തിളങ്ങട്ടെ. താങ്ക് യു രഹ്നത്ത. ഹബീബ് മാഷേ, ആദ്യമായിട്ട് ഒരു നല്ലൊരു തമിഴ് സോങ് ഒപ്പന ചെയ്യാൻ പറ്റുമെന്നുള്ളത് സൂപ്പറായി നിങ്ങളിവിടെ തെളിയിച്ചിട്ടുണ്ട്. അതിഗംഭീരം എന്ന് പറയാം. എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പോഴും അതൊന്നും ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ നിങ്ങൾ കളിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഇങ്ങനെ. ഞാൻ 1-2 തവണ ഇതിൻ്റെ റിമാർക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് എഴുതി പറയണമല്ലോ എന്നുള്ള രീതിയിൽ പേന എടുത്തു. പിന്നെ എൻ്റെ കണ്ണ് അങ്ങോട്ട് തന്നെ, അത് ഇങ്ങോട്ട് എഴുതാൻ എനിക്ക് സമ്മതിക്കുന്നില്ലായിരുന്നു നിങ്ങൾ. അത് നിങ്ങളുടെ ഒരു വിജയമാണ്. ഒരു ജഡ്ജ്മെൻറ്റ് ഫോൾട്ട് കണ്ടുപിടിക്കാൻ എഴുതാതിരിക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു എഫേർട്ട് അത്രയും മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഭംഗിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തമിഴ് പാട്ട് വെച്ചിട്ട് ഒരു ഒപ്പന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രഹന പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചു തമിഴ് പാട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകും. പക്ഷെ അതിഗംഭീരമായിരുന്നു. പാട്ടിൻ്റെ സെലക്ഷനാണ് അതിമനോഹരം, പാട്ടുകാരും അതിഗംഭീരം തന്നെ. പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമായി. ആ തമിഴ് പാട്ടിലേക്ക് എങ്ങനെ സ്റ്റെപ്പ് കമ്പോസ് ചെയ്യണം, ഏത് തരത്തിലുള്ള ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്യണം, ഇതിലൊക്കെ നിങ്ങൾ സക്സസ് ആണ്. മണവാളിൻ്റെ ഡ്രസ്സും ഓൾറെഡി ടോട്ടലി സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അഞ്ചന്മാർക്ക് നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗ്രേഡും മാർക്കും ഒക്കെ അറിയണം അല്ലേ? ഹബീബ് മാഷേ, നമ്മുടെ ടീം മൊഞ്ചൻസിന് എന്താണ് ഗ്രേഡ്? A+. A+. രഹ്നത്ത? A+ again. ഫാദർ? A+. A+ again. നമ്മുടെ 3 ജഡ്ജസും A+ ആണ് ടീം മൊഞ്ചൻസിന് നൽകിയിരിക്കുന്നത്. ഇനി ഓവറോൾ പെർഫോമൻസിന് എന്താണ് മാർക്കെന്ന് ചോദിക്കാം. രഹ്നത്ത? എന്തായിരിക്കും നമ്മുടെ കിരൺ ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണേ? ഞങ്ങൾ 3 പേരും കൂടി തരാ എന്നുള്ളത് 3x3 9 വരെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ ഇതെന്താ ഇത് പഠിച്ചോലെ 9 അതിന് ഒന്നും കൂടി കുറച്ചാലോ? എന്നാലും കുഴപ്പമില്ല. ഒന്നുകൂടി കുറയ്ക്കണോ? വേണ്ട, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ എങ്ങനെ വേണ്ടേ മാഷേ? ഇവരോട് കൂടി ചോദിക്കണ്ടേ നമ്മള്? പറഞ്ഞ പോലെ കിരൺ ചോദിച്ചത് 9. അപ്പോൾ രഹനത്ത ഒരു മാർക്ക് കുറച്ചു, 8 അല്ലേ? അച്ഛൻ എന്താ പറയുന്നത്? നമ്മൾ ഒരു കൺഫ്യൂഷനിലാണ്. എന്നാൽ അത്രയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പാട്ടിൻ്റെ ചെറിയൊരു എന്നാലും നമുക്ക് നമ്മുടെ രഹനത്തേക്കും കൊടുക്കാം. എന്താ പറയുന്നു? ഓക്കെ. അല്ല അല്ല ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചതാണേ. അപ്പൊ തിരിച്ച് ഞങ്ങളുടെ കൂടെയുള്ള ഏക എന്താ പറയുക സ്ത്രീ കഥാപാത്രമാണല്ലോ. ഇപ്പൊ ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അപ്പം രഹന പറയും. ഞാൻ നിങ്ങളുടെ സമ്മതത്താലേ പറയുള്ളൂ. അങ്ങനെ ഉണ്ട് അതില്. പിന്നെ മാഷ് പറഞ്ഞോ, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം അല്ലേ? അതാണ് നമുക്ക് വേണ്ടത്. എന്നാ 3 പേരും ഒപ്പം അങ്ങ് പറയാം. അച്ഛൻ റെഡി? പറഞ്ഞോ. ഓക്കെ. 8. 8 out of 10. മൊഞ്ചന്മാരെ കലക്കിട്ടോ. പിന്നെ നമ്മുടെ ലീഡ് പാടിയ ആളുടെ പേര് അജിത് കൈലാസ്. അജിത്തിന് നയീം. വാവെണ്ണില ഉണ്ണിത്താനേ വാനം തേടുതേ വാവെണ്ണില വാവെണ്ണില ഉണ്ണിത്താനേ വാനം തേടുതേ വാവെണ്ണില ഉണ്ണിത്താനേ വാനം തേടുതേ നാലായി മോണിയേ ഊലാരേ നാനാരേ വാവെണ്ണില ഉണ്ണിത്താനേ വാനം തേടുതേ വാവെണ്ണില ഉണ്ണിത്താനേ വാനം തേടുതേ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ടാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നല്ലൊരു മനോഹരമായ ഒരു പാട്ടും കൂടെ ടീം മൊഞ്ചൻസിന് കിട്ടിയിരിക്കുകയാണ്. ഇനിയും നന്നായിട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്. വസന്തം
വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ചിൽ ഫ്യൂഷൻ ഒപ്പനയുമായി എത്തുന്നു ടീം ഇഷ്ക്. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലസുമിട്ടൊരു മൊഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ ഇന്നും മെഹറും കൊണ്ടു നടന്നവർ കൂടി കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞു കണ്ണി പായത്തി കൂന്താലി
ഉണ്ടായിരുന്നു കേട്ടോ പെർഫോമൻസ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ ഈ കളർ കോമ്പിനേഷനും. മാത്രമല്ല ഈ ഫ്രോക്ക് ഇല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫ്രോക്കാണ്. ഇത് ആരെ സെലക്ട് ചെയ്ത് ഈ ഫ്രോക്ക്? സാറ് സെലക്ട് തന്നെ ആണ്, നല്ല കളറ്. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ നമ്മളിങ്ങനെ ബാബി ഡോളൊക്കെ നിൽക്കൂലേ, അതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി നിങ്ങളുടെ ഗ്രേഡും മാർക്കും ഒക്കെ പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ആണ്. ചോദിക്കട്ടെ, ഹബീബ് മാഷേ, നമ്മുടെ ടീം ഇഷ്കിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടീം ഇഷ്ക് യെസ് സർ. ഫ്യൂഷൻ ഒപ്പന അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ, അതുപോലെ ഫസ്റ്റ് എൻട്രി തന്നെ ഭയങ്കര കിഡിലായിരുന്നു. സ്റ്റാർട്ടിങ് നല്ല ഭംഗിയിൽ തന്നെ കൊണ്ടുവന്നു. പിന്നെ ഒപ്പന എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാനെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, ക്ലാപ്പ് ഭയങ്കര നിർബന്ധമാണെന്ന്. അതിൽ കുറച്ച് വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഈ പാട്ടിന് നിങ്ങൾ എങ്ങനെ കമ്പോസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൊറിയോഗ്രാഫറും നിങ്ങളും നല്ല രീതിയിൽ തന്നെ ചിന്തിച്ച് ഭംഗിയിൽ ഫ്ലോർ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ക്ലാപ്പിൻ്റെ എലമെൻറ്റ്സ് ഇത്തിരി കമ്മി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു പ്രശ്നം എൻ്റെ മനസ്സിനകത്തുണ്ട്. പിന്നെ ഡ്രസ്സ് മൂന്നും മണവാട്ടിക്ക് ഒരൊറ്റ കളറാണ്. ബാക്കി തോഴിമാരുടെ 3 ടൈപ്പ് പാട്ടിലും ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള പാറ്റേൺ മാറി വന്നിട്ടുണ്ടെങ്കിലും മണവാട്ടിയുടെ ഡ്രസ്സ് അതിനോട് സ്യൂട്ടായി നിന്നിട്ടുണ്ട്. റെഡി. 1-2 ഫിലിം സോങ്, ഒന്നൊരു ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു ആൽബം സ്റ്റൈൽ സോങ് അതൊന്ന് തിരഞ്ഞെടുത്ത് അല്ലേ. എന്നാൽ ഈ 3 സോങ്ങും മാച്ചായി നിൽക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ സാധാരണ ഫ്യൂഷൻ അത്ര അങ്ങോട്ട് സ്യൂട്ടായി കിട്ടാറില്ല ചിലതൊക്കെ. പക്ഷെ അത് 3 പാട്ടും കറക്റ്റ് ലിങ്ക് കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ 3ലും പോകുന്ന സ്റ്റെപ്പിലും വെറൈറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റെപ്പ് അതിമനോഹരമായിട്ടും നിങ്ങളുടെ മൂമെൻറ്റ്സ്, അതുപോലെ ബോഡി മൂമെൻറ്റ്സ്, ചിരി ഒക്കെ. പക്ഷേ അതിൽ ആ ക്ലാപ്പും കൂടെ വന്നിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി സന്തോഷിച്ചേന്. എന്നാൽ ഒട്ടും മോശമൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, മണവാട്ടിയുടെ ഇവിടെ ഇപ്പോൾ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങ് താഴെ പോയി തോന്നുന്നുണ്ട്. അപ്പം ഭയങ്കര പ്ലസൻറ്റിൽ വന്നു. പിന്നെ അതങ്ങ് താഴെ വന്നോടുകൂടി ഇച്ചിരി ഒന്ന് ഡള്ളായി തോന്നുന്നുണ്ട് ഫേസൊക്കെ. ആയോ? അങ്ങനെയില്ല, ചെറുതായിട്ട്. അതായത് സ്വാഭാവികമായിട്ടുണ്ടാവാം. എന്നാലും അതിഗംഭീരം പെർഫോമൻസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. റഹ്നത്ത, ഇഷ്കിനോട് നമുക്ക് ഒരു ഇഷ്കന്നെ തോന്നാം അല്ലേ? എനിക്ക് സത്യം പറഞ്ഞ കേട്ടോ, പ്രത്യേകിച്ച് ആ മണവാട്ടിനോട് എനിക്കൊരു സ്നേഹം തോന്നുന്നു. എന്ത് ഭംഗിയല്ലേ കാണാൻ. മണവാട്ടി നല്ല ബാർബി ഡോളിനെ പോലെ ഇങ്ങനെ നിൽക്കല്ലേ. മോള് പേരെന്ന് പറഞ്ഞേ? ഭവ്യ. ഭവ്യ സ്ഥലം എവിടെയാ? പാലക്കാട്. പഠിക്കുന്ന മോള്? UG ഫൈനൽ ഇയർ. ആഹാ. അഭിനയിക്കൊക്കെ ചെയ്യാം അല്ലേ? മുഖമൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമാണ്. ചെയ്തിട്ടുണ്ട്. വരട്ടെ. ഏത് ഇറങ്ങാൻ പോവാണോ ഫിലിം? റിലീസ് ആവുന്നത് പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതന്നെ, ആ ഫേസും അല്ലേ കാണുമ്പോൾ തന്നെ എനിക്ക് ഞാനങ്ങ് പറയാം. ഇവിടെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും. അതെ അൻസിബ, എന്താ അറിയോ, ഇവര് കയറി നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രഹനത്ത ഇതിപ്പം എനിക്കൊന്ന് ഫിലിമിൽ അഭിനയിച്ചെന്ന് അറിയാവോ? ഇല്ല, എനിക്കറിയില്ല. വന്നപ്പോ തന്നെ പറഞ്ഞു, അയ്യോ മണവാട്ടി നല്ല ഒരു കിടുക്കം മണവാട്ടി. ആരെങ്കിലും കണ്ടാ എന്തായാലും ഒരു ചാൻസ് കിട്ടും. മൂവിയിൽ എടുക്കും, ഒരു ഫിലിം ഒരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ഭംഗി നിങ്ങളുടെ ടീമിൽ എല്ലാവരും മുഖത്തുണ്ട്. അവിടെ നിന്ന് കിട്ടി. ഞാൻ പാട്ടിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു കളിയിൽ ആ ഒരു ഭംഗിയിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു ആ കഴുത്തിലെ മാല ഒന്ന് ഇളകിപ്പോയതിൻ്റെ ഒരു ടെൻഷൻ അതില്ലാന്ന് പറഞ്ഞാലും എന്തായാലും, കാരണം മോളെ കാണിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അത് നമുക്ക് ആർക്കായാലും വരും കേട്ടോ. ആ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ അത് ശ്രദ്ധിക്കണം. നേരത്തെ മാഷോട് വിശദമായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ അതിൻ്റെ തൊട്ട് മുമ്പ് ശ്രദ്ധിക്കണം. പിന്നെ പാട്ടിന് എന്താ പറയുക, ആ 3 ചോട്ടകൾ. ചോട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ വിഷമിക്കണ്ട. 3 പേരും ഒരു ഹൈറ്റാണ്. 3 പേരും എന്താ പറയുക, നല്ല സുഖമായിട്ട് പാടുന്നത് അല്ലേ. 3 പേരുടെ വോയിസും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫസ്റ്റ് പാട്ടില്ലേ സുജാ ചേച്ചിയുടെ അല്ലേ, സുജാ ചേച്ചിയും പാടിയിട്ടുണ്ട്, വിനീതും പാടിയിട്ടുണ്ടല്ലോ. അതന്നെ, അതിൽ ശരിക്കും ആ ക്ലീനായിട്ട് നമുക്ക് അറിയുന്ന ഒരു പാട്ട്. അധികം ഓർക്കസ്ട്ര ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാട്ടും വേഗം മനസ്സിലാവും. പക്ഷെ അത് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് മറ്റേ പഞ്ചാബി ഹൗസിലൊരു പാട്ട്, അതിന് കുറേ ഹമ്മിങ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതും നന്നായിട്ട് തന്നെ പാടി. എനിക്കെന്തോ ആ ചൈൻ സോങ് ഒരു പതിവ് നമ്മൾ കേൾക്കുന്നതിനേക്കാളൊരു പുതുമയുള്ള സോങ്സ് ആയിരുന്നു. പിന്നെ നിങ്ങളുടെ ഡ്രസ്സ് കളർ അല്ലേ, നേരത്തെ അൻസിബ പറഞ്ഞില്ലേ, അത് ഭംഗിയുണ്ട്. അതന്നെ, പിന്നെ ഇനിയിപ്പോൾ ഭംഗി എന്ന് പറഞ്ഞാൽ അതിന് കണ്ടുകിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് മോളെ കണ്ടപ്പോൾ പാടാൻ തോന്നിയൊരു പാട്ട് ഏതറിയോ? കരളിൽ വിരിഞ്ഞ റോജ മലരാണു നീ ഖദീജ, മലരാണു നീ ഖദീജ, ഇരുളിൽ
കതിരാണു നീ ഖദീജ. ഞാൻ പേര് മാറ്റിയോ? കതിരാണു നീ ഖദീജ ഖദീജ. MS ബാബുരാജ് ബാവുക്കാട് ഹിറ്റ് ഖദീജ എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പെട്ടെന്ന് സന്തോഷിരിക്കവിടെ സന്തോഷം നിക്കാണ് അല്ലേ? എന്തായാലും വിഷ്ക് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി നമ്മുടെ ഫാദർ എന്താണ് പറയണേ നോക്കാം. ഫാദർ. തിമിഷ്ക് യെസ് സർ. എന്താ പറഞ്ഞ പോലെ ഞാൻ ഇഷ്ടത്തിക്ക യൂസഫിനോട് ഇഷ്ക് തോന്നി നിന്നില്ലേ, മൊഞ്ചത്തിക്ക് പ്രവാചകനോട് പുഞ്ചിരി കൊണ്ട് പ്രവാചകനെ വലച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരുടെ ചിരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്. പ്രത്യേകിച്ച് മണവാട്ടി. ഇനി പറഞ്ഞ പോലെ ഇനി ഞാൻ പറഞ്ഞ് കണ്ണേറ് വെട്ടണ്ട, അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, കാരണം അതിനപ്പുറം ഒന്നും പറയാനില്ല. കാരണം നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് പിന്നെ ഈ പാട്ടുകാരെ കുറിച്ചും അതും ഈ പറഞ്ഞ പോലെ രഹ്നത്ത നമുക്കൊരു അല്പം വിടവ് തരാതെ മുഴുവൻ അടച്ച് വെടിവെക്കാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഞാൻ മനസ്സിൽ ഇങ്ങനെ നോട്ടീസ് ചെയ്തത് ഇന്ന് ശരിക്കും ഞാൻ അവരെ ഫുൾ എന്താ പറയുക, അവരവിടെ നിന്ന് പാടുമ്പോൾ ഇവർ ഒരേ പൊക്കം, അവരുടെ എക്സ്പ്രഷൻസും ഒരുപോലെ. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഈ അറ്റത്ത് നിൽക്കുക അൻസബയുടെ അടുത്ത് നിൽക്കുന്ന കുട്ടി, ഇവരുടെ ആ പെർഫോമൻസിനകത്ത് എനിക്ക് തോന്നിയ ഒരു എനർജിയുടെ ആ ഒരു ഇടിച്ച് നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഈ കളിക്കുമ്പോൾ ഇവരുടെ കൂടെ എൻഗേജ്ഡ് ആയിട്ട് കളിക്കുകയാണ്, അവരതിനകത്ത് ഇൻവോൾവ് ആണ്. പ്രത്യേകിച്ച് ആ ഓരോ സമയത്തും അതുപോലെ തന്നെ നമ്മളെ നോക്കുന്നുണ്ട്, നമുക്കും ഒരു അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അത് ശരിക്കും ഒരു എന്താ പറയുക പക്ക ആർട്ടിസ്റ്റുകളുടെ ഒരു പ്രത്യേകതയാണ്, ഓഡിയൻസിനെ രസിപ്പിച്ച് കയ്യിലെടുത്ത് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത്. അതിലിവർ ശരിക്കും വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. മണവാട്ടി പെട്ടെന്നൊന്ന് ആദ്യത്തെ ആ തലയിലുണ്ടായിരുന്ന താഴെ പോരുന്നപ്പോൾ ഒന്ന് പരിങ്ങി. പക്ഷെ എന്നാലും ആ ഒരു പറഞ്ഞ പോലെ ഫിലിമിലൊക്കെ ഉള്ളതായതുകൊണ്ട് ആ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഭയങ്കര പക്കയാണ്. നാണമൊക്കെ വരുമ്പോൾ കൈകൊണ്ടിങ്ങനെ നന്നായിരുന്നു. ഗോഡ് ബ്ലസ് യു. നമ്മുടെ ടീം ഇഷ്കിലെ എല്ലാ സുന്ദരികൾക്കും സന്തോഷമായോ? സന്തോഷമായോ? ഇനി നമുക്ക് നമ്മുടെ ഗ്രേഡ് ചോദിക്കാം. ഫാദർ. ഇത്രയും ഞാൻ ഇവരെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തിയിട്ടേ A+ കൊടുത്തില്ലെങ്കിൽ ഇവർ പറയില്ലേ ഫാദർ ആള് ശരിയല്ലാന്ന്. അതുകൊണ്ട് A+. രഹ്നത്ത. ടീം ഇഷ്കിലെ എല്ലാ സുന്ദരിമാർക്കും A+. again. ഹബീബ് മാഷ്. A+ again. രഹ്നത്ത, നമ്മുടെ ടീം ഇഷ്കിന്റെ ഓവറോൾ പെർഫോമൻസിന് എത്രയാണ് മാർക്ക്? 7.5. 7.5 out of 10. അപ്പോൾ കൂടുതൽ ഒരു പവർ പാക്ക് പെർഫോമൻസുമായിട്ട് നമ്മുടെ ടീം ഇഷ്ക് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്. നമ്മളിങ്ങനെ നല്ല ഒപ്പന കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നല്ലൊരു കവാലി സംഗീതവുമായിട്ട് ടീം തഷ്രിഫിൽ നിന്നും വൈകാശും സംഘവും എത്താണ്. കിസ് പാടിയ കാറ്റ് തന്നു കസവുറുമാല് കിസ് പറയാൻ കൂട്ടിന് വന്നു ഹുസനുൽ ജമാല്
കിസ് പാടിയ കാറ്റ് തന്നു കസവുറുമാല് കിസ് പറയാൻ കൂട്ടിന് വന്നു ഹുസ്നുൽ ജമാല് കിസ് പാടിയ കാറ്റ് തന്നു കസവുറുമാല് കിസ് പറയാൻ കൂട്ടിന് വന്നു ഹുസ്നുൽ ജമാൽ ചുണ്ടിലെ പൂച്ചെണ്ട് വിരിഞ്ഞത് ചെമ്പനി നീര് ചുണ്ടിലെ പൂച്ചെണ്ട് വിരിഞ്ഞത് ചെമ്പനി നീര് എന്ത് ചേല് നിന്റെ മുഖമത് വാനിലെ കമറ് കിസ് പാടിയ കിസ് പാടിയ കാറ്റ് തന്നു കസവുമാര് കിസ് പറയാൻ കൂട്ടിന് വന്നു ഹുസ്നുൽ ജമാല് പുലരിമാനം കൈകളിൽ മൈലാഞ്ചി തേക്കുമ്പം പുലരിമാനം കൈകളിൽ മൈലാഞ്ചി തേക്കുമ്പം മൈലാഞ്ചി തേക്കുമ്പം പുഴയിലെ പൊന്നോളങ്ങൾ ഇശല് മൂളുമ്പം ഇശല് മൂളുമ്പം പുലരിമാനം കൈകളിൽ മൈലാഞ്ചി തേക്കുമ്പം പുഴയിലെ പൊന്നോളങ്ങൾ ഇശല് മൂളുമ്പം ആ മധുരമുന്തിരി തേൻ കിണിഞ്ഞത് ഈ മുഹബത്ത് മധുരമുന്തിരി തേൻ കിണിഞ്ഞത് ഈ മുഹബത്ത് മനസ്സിനുള്ളിൽ ഉണർത്തി നിന്റെ ബൈത്ത് കിസ് പാടി പാപാദപ മകര മകരസ കിസ് പാടിയ കാറ്റ് തന്നു കസവുറുമാല് കിസ് പറയാൻ കൂട്ടിന് വന്നു ഹുസ്നുൽ ജമാല് മനോഹരമായ കവാലി സംഗീതത്തിലൂടെ വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ച് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം.